ഹലോ ഓൾ ഡോക്ടർ ആഷിഖാണ് ഡോപ്പയിൽ നിന്നാണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്ലസ് ടു ബോർഡ് എക്സാമിന് വേണ്ടി മാത്രം പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. പല കുട്ടികളും ഇങ്ങനെ നമുക്കിങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്, സാർ ഈ പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ എൻട്രൻസ് പഠിക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ്. അത് പഠിക്കാൻ നേരത്ത് അതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ പ്ലസ് ടുവിൻ്റെ മാർക്കടക്കം കുറഞ്ഞു പോകുമെന്നൊരു പേടിയാണ്, ടെൻഷനാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒന്നും ആലോചിക്കുന്നില്ല. ഞാനിപ്പോൾ പ്ലസ് ടുവിന് മാത്രം പഠിക്കട്ടെ. പ്ലസ് ടു കഴിഞ്ഞിട്ട്, അതായത് മാർച്ചിൽ ബോർഡ് എക്സാം കഴിഞ്ഞതിന് ശേഷം എൻട്രൻസിന് പഠിക്കാം എന്നുള്ളൊരു കാര്യത്തിലാണ്. ശരിക്കും നിങ്ങളുടെ മാത്രം ചോയ്സാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ ഒരു ചോയ്സ് എടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, അങ്ങനെ തന്നെ പോകാം എന്നുള്ളത്. പക്ഷേ അങ്ങനെയുള്ള കുട്ടികളോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് എൻട്രൻസ് എന്ന് പറയുന്ന സമയത്ത് നീറ്റ് മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നീറ്റ് ഉണ്ട്, കീമുണ്ട്, CUET ഉണ്ട്, JEE ഉണ്ട്, IIT ഉണ്ട്. അങ്ങനെ പല 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 എക്സാമുകളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു എക്സാം വഴിയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഈ ഒരു എൻട്രൻസിലും പെടാത്ത സാധാരണ ഡയറക്റ്റ് പ്ലസ് ടു മാർക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രൊഫഷണൽ കോഴ്സുകൾ അല്ലെങ്കിൽ ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പോലെയുള്ള സാധനങ്ങളിലേക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ അതിൻ്റേതായിട്ട് ഒരു എൻട്രൻസ് വഴി മാത്രമേ നമുക്ക് കയറാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ബൈ ചോയ്സ് നമ്മൾ തീരുമാനിച്ചു നമ്മൾ ബോർഡ് എക്സാമിന് വേണ്ടി മാത്രമേ പഠിക്കുന്നുള്ളൂ. ബോർഡ് എക്സാം ഫസ്റ്റ്, ആദ്യം നമ്മുടെ A+കളും ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് സുനിശ്ചിതമാക്കി അതൊന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം എൻട്രൻസിലേക്ക് പോവാം എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നത് എന്താണോ ആ സാധനങ്ങൾ എല്ലാം നമ്മുടെ എൻട്രൻസിന് ഉപകാരപ്പെടും എന്നുള്ളൊരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. സോ അതെങ്ങനെയാണ് നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന എല്ലാം നമ്മളെ എൻട്രൻസിന് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി നമുക്കറിയാം അല്ലേ, കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചൽ വിവാദങ്ങളും ബാക്കി കാര്യങ്ങളും അടക്കം വരുന്ന സമയത്തൊക്കെ കുട്ടികൾ, നിങ്ങളടക്കമുള്ള ആളുകൾ ഈ യൂട്യൂബ് ചാനൽസിലും ഇൻസ്റ്റാഗ്രാം ചാനൽസിലും കമന്റ് ഇടുന്നത് കണ്ടിട്ടുണ്ട്. സ്ഥിരമായിട്ട് ഒരേ പാറ്റേണിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മുടെ സ്കൂൾ എക്സാമിന് ചോദിക്കാറുള്ളത്. ചെറിയ വ്യത്യാസങ്ങൾ വരാറുണ്ട്, പക്ഷേ മേജർ ഒരു 70% ചോദ്യങ്ങളും പ്രിഡിക്റ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്റർ പഠിക്കുമ്പം അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മുടെ സ്കൂൾ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ സ്കൂൾ എക്സാം മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ സ്കൂൾ എക്സാമിന് മാത്രമായിട്ട് ട്യൂഷന് പോകുന്ന ഒരു കുട്ടീനെ ട്യൂഷൻ സെന്ററിൽ നിന്നും ബാക്കി സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിപ്പിക്കുന്നത് ഈ ഒരു 70% ഹൈ ഈൽഡ് ടോപ്പിക്കുകളാണ്. നമ്മൾ സ്ഥിരമായിട്ട് സ്കൂൾ എക്സാമിന് ചോദിക്കുന്ന സാധനങ്ങൾ. നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇതേ ടോപ്പിക്കുകൾ തന്നെയാണ് എൻട്രൻസിൻ്റെയും ഹൈ ഈൽഡ് ടോപ്പിക്കുകൾ. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അതായത് നമ്മളൊരു ഏതെങ്കിലും ഒരു എൻട്രൻസ് എക്സാം, ഞാൻ നീറ്റ് എന്ന് പറയുന്നില്ല, ഞാനൊരു നീറ്റ് എക്സ്പേർട്ടാണ്, നീറ്റ് കോച്ചാണ്, പക്ഷെ എന്നാലും ഞാൻ പറയാം, നീറ്റ് അടക്കമുള്ള എല്ലാ എൻട്രൻസുകളുടെയും ഏറ്റവും ഹൈ ഈൽഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമ്മുടെ സ്കൂൾ എക്സാമിന് ചോദിക്കുന്ന ഹൈ ഈൽഡ് ചോദ്യങ്ങളാണ്, റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന സാധനങ്ങൾ. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ പ്ലസ് ടുവിന് നമുക്ക് അച്ചീവർ സർക്കിൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പ്ലസ് ടു കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അവരോട് സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു വേദിയായിട്ട് ഞാൻ തന്നെ പേഴ്സണലി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അച്ചീവർ സർക്കിളിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അതിനകത്തേക്ക് നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. അപ്പോൾ അതിൽ സംസാരിക്കുന്ന സമയത്ത് ഒരു കുട്ടി പറഞ്ഞു, സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് കുറച്ച് അസൈൻമെന്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്, അത് കാരണം പഠിക്കാൻ വല്ലാണ്ട് നേരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ തന്നിരിക്കുന്ന അസൈൻമെന്റ്? അപ്പോൾ കെമിസ്ട്രി ടീച്ചർ തന്നിരിക്കുന്ന അസൈൻമെന്റ് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് റിപ്പീറ്റഡ്ലി ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ബോർഡ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതിന്റെ ഉത്തരങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് എഴുതി കൊണ്ടുവന്ന് അത് പഠിച്ച് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അസൈൻമെന്റ് ആണ് കെമിസ്ട്രി ടീച്ചർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എൻട്രൻസ് പഠിക്കാൻ സമയം കിട്ടുന്നില്ല എന്നാണ് കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കേട്ടപ്പോൾ കുറച്ച് സന്തോഷമാണ് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ കെമിസ്ട്രി ടീച്ചർ നമ്മുടെ അടുത്ത് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും ഹൈ ഈൽഡ് ടോപ്പിക്കുകളാണ്. ആ ടോപ്പിക്കുകൾ പഠിക്കാൻ വേണ്ടി പറയുമ്പോൾ അതേ ടോപ്പിക്കുകൾ തന്നെ നമുക്ക് നീറ്റിന് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, പ്ലസ് ടുവിന്റെ കെമിസ്ട്രി നമ്മൾ പഠിക്കുമ്പോൾ അതിനുള്ളിൽ വരുന്ന ചാപ്റ്റേഴ്സ്, ഇപ്പോൾ സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, പിന്നെ അങ്ങോട്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, പിന്നെ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള 4-5 വലിയ ചാപ്റ്റേഴ്സ്, ഈ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കുള്ള നീറ്റ് സിലബസിന്റെ നേരെ പകുതി സാധനങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ കെമിസ്ട്രിയുടെ കാര്യത്തിൽ പകുതി കൂടുതൽ കാര്യങ്ങൾ കവറായി. അടുത്തൊരു വർഷത്തിൽ, അതായത് മാർച്ചിന് ശേഷം നിങ്ങളൊരു ക്രാഷ് പ്രോഗ്രാം വഴിയിട്ടോ അല്ലെങ്കിൽ അടുത്ത വർഷത്തിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനോ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്രയും ചാപ്റ്ററിന്റെ ഈ ഒരു ഹൈ ഈൽഡ് ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ഒരു കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. പിന്നെ വേറൊരു കുട്ടീനോട് സംസാരിക്കുന്ന സമയത്ത് കുട്ടി പറഞ്ഞതെന്ന് വെച്ചാൽ, ലാബിൽ പഠിക്കാനുണ്ട്, അത് കാരണം വേറെ ഒന്നും നടക്കുന്നില്ല എന്നുള്ള കാര്യം. നമ്മൾ ലാബിൽ പഠിക്കുന്ന കാര്യങ്ങളില്ല, ഇപ്പോൾ കെമിസ്ട്രി ലാബിലാണെങ്കിൽ നമ്മൾ പിപ്പറ്റും ബ്യൂറട്ടൊക്കെ വെച്ചിട്ടുള്ള വോളിമെട്രിക് അനാലിസിസുകളാണ് ചെയ്യുന്നുണ്ടാവുക. ഈ വോളിമെട്രിക് അനാലിസിസിലുള്ള ക്വസ്റ്റ്യൻസ്, അത് നമ്മുടെ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നീറ്റിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. N1 V1 = N2 V2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഒരു സാധനമല്ലേ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് എല്ലാ എൻട്രൻസുകൾക്കും, നീറ്റിനും കീമിനും JEEക്കും ഒക്കെ ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യനാണ്. ഇനി
നിങ്ങൾക്ക് സാൾട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ ആനയോണും കാറ്റയോണും കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യുന്ന ടെസ്റ്റുകൾ, ഈ ടെസ്റ്റുകൾ എൻട്രൻസിന് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ഫിസിക്സിന്റെ ലാബിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫിസിക്സിന്റെ ലാബിലുള്ള പാരലോഗ്രാം മെത്തേഡ്, റെസൊണൻസ് കോളം, മീറ്റർ ബ്രിഡ്ജ്, പൊട്ടൻഷ്യോമീറ്റർ, അങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും, അതുകൊണ്ട് നമ്മൾ ലാബിൽ ചെയ്യുന്ന ഓരോ എക്സാമ്പിളുകളും അല്ലെങ്കിൽ ഓരോ എക്സ്പെരിമെന്റുകളും അതെല്ലാം എന്താണ് നമ്മുടെ നീറ്റിനും കീമിനും ഒക്കെയുള്ള എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മുടെ സിലബസിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ബേസിക്കലി ഈ കെമിസ്ട്രി ടീച്ചർ എന്ന അസൈൻമെന്റ് ചെയ്യുമ്പോൾ, ഫിസിക്സിന്റെ ലാബ് ചെയ്യുമ്പം, കെമിസ്ട്രിയുടെ ലാബ് ചെയ്യുമ്പം, എന്തിനു പറയുന്നു, നിങ്ങൾ ബയോളജിയുടെ ലാബ് ചെയ്യുന്ന സമയത്ത് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അതിനകത്ത് വരയ്ക്കുന്ന ഓരോ പടങ്ങൾ, ഉദാഹരണത്തിന് കോക്രോച്ചിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം വരയ്ക്കാനുണ്ടാവും, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ക്രോസ് സെക്ഷൻ വരയ്ക്കാനുണ്ടാവും. ഈ സാധനങ്ങളൊക്കെ ഇല്ലേ, നമ്മൾ ഈ വരയ്ക്കുന്ന പടങ്ങളൊക്കെ, ഈ പടങ്ങളൊക്കെ എൻട്രൻസിന്റെ ചോദ്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ എൻട്രൻസിന് ചോദിക്കുന്നതിലെ ഏറ്റവും ഹൈ ഈൽഡ് സാധനങ്ങളാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കുട്ടി തീരുമാനം എടുക്കുകയാണ്, ഞാൻ സ്കൂളിലുള്ള സാധനങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചോളാം, ഞാനിപ്പോൾ ബോർഡ് എക്സാമിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, വെൽ ആൻഡ് ഗുഡ്, വെരി വെല്ലാണ്, വെരി ഗുഡാണ്. ആ സാധനങ്ങൾ അടിപൊളിയായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തത വരുത്തിയെടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയാം ഒരു 40%, ഇപ്പോൾ ഈ +2 ബോർഡ് എക്സാമിനുള്ള സാധനങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എൻട്രൻസ് പഠിക്കുന്നതിൻ്റെ ഒരു 40% സാധനങ്ങൾ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇത് ഈ ബോർഡ് എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരു ക്രാഷ് പഠിക്കാൻ വരുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക, അടുത്ത വർഷം 2026 നീറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന സമയത്തോ ഇപ്പം നമ്മൾ ഈ പഠിക്കുന്ന സാധനങ്ങൾക്ക് ഭയങ്കര ഗഡ്ത്ത്, നല്ല ഡെപ്ത് കിട്ടുന്നുണ്ടാവുന്നതാണ്, നല്ല എളുപ്പം കിട്ടുന്നുണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളോടുള്ള അഡ്വൈസ് ഇതാണ്, നിങ്ങൾ തീരുമാനിച്ചു ഇപ്പോൾ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഓക്കെ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ബോർഡ് എക്സാമിന് പഠിക്കുന്ന ഈ ഹൈ ഈൽഡ് ടോപ്പിക്കുകൾ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ല മനസ്സിലാക്കി ചെയ്യുക. ഇനി ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പഠിക്കുന്ന ഓരോ തിയറികൾ, ഓരോ ഇക്വേഷൻസ്, ഓരോ സാധനങ്ങളിൽ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളൊരു 3 ചോദ്യം, ഞാൻ അധികം ഒന്നും പറയുന്നില്ല, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളോട് ഞാൻ 10 ചോദ്യം എന്നും 15 ചോദ്യം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ +2 സ്റ്റുഡൻറ്റ് നമ്മളിപ്പോൾ എൻട്രൻസിന് നോക്കുന്നില്ല എന്നുള്ള ആൾക്കാർക്ക് ഒരു 3 ചോദ്യങ്ങൾ, അത് ആ ചോദ്യങ്ങൾ എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയോ? വേറെ എവിടെയും വേണ്ട, നമ്മുടെ തന്നെ ബോർഡ് എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യനിൽ ആ ചോദ്യങ്ങൾ കാൽക്കുലേറ്റർ ഇല്ലാതെ ഒന്ന് ചെയ്തു നോക്കണം. വെറുതെ നിങ്ങൾ കയ്യിൽ കാൽക്കുലേറ്റർ ഇരുന്നോട്ടെ, ആദ്യം ഒന്ന് കാൽക്കുലേറ്റർ ഇല്ലാതെ ചെയ്ത് നോക്കിയിട്ട് മാത്രം കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കാന്നുള്ളത്, ആ ഒരു ശീലം കൂടി ഒന്ന് ബിൽഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ് ഈ വീഡിയോയിൽ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം പറയുന്ന കാര്യം, നിങ്ങളുടെ തീരുമാനം, നിങ്ങൾ ഇപ്പോൾ ബോർഡ് എക്സാമിനെയാണ് ഫോക്കസ് ചെയ്യുന്നുള്ളൂ, എൻട്രൻസ് ഒരു കോച്ചിങ്ങിനായിട്ട് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അത് ഓവർ ബർഡൻ ചെയ്യുന്നുള്ള തീരുമാനം ഓക്കെ ആയിട്ടുള്ള തീരുമാനമാണ്, നിങ്ങളുടെ ചോയ്സാണ്, യു ക്യാൻ ടേക്ക് ദാറ്റ് തിങ്, ഒരു പ്രശ്നമില്ല. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സ്കൂൾ എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങൾ ഹൈ ഈൽഡ് ടോപ്പിക്കുകളാണ്. ആ ടോപ്പിക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ കയ്യിലേക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നുള്ളതാണ് നിങ്ങളുടെ രണ്ടാമത്തെ കാര്യം. അത് വളരെ സ്ട്രോങ് ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഇനി വാട്ട് ഇസ് ദ തേർഡ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ ഒരു ടിപ്പായിട്ട് 3 ചോദ്യങ്ങൾ നമ്മളെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെക്കുക, ഈ കാൽക്കുലേറ്റർ ഇല്ലാതെ ഒന്ന് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സംശയം കൂടി ചിലപ്പോൾ കുട്ടികൾ ചോദിക്കാറുണ്ട്, സാർ ഈ ഡെറിവേഷൻസ് ഒക്കെ ആവശ്യമുണ്ടോ എൻട്രൻസ് എക്സാമിന് നേരിട്ട് ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാൽ പോലെ എന്നുള്ള കാര്യമാണ്. അതും ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു തെറ്റിദ്ധാരണ തന്നെയാണ്. എന്തായാലും ഡെറിവേഷൻസ് നമ്മുടെ +2 ബോർഡ് എക്സാമിന് ചോദിക്കും, ഇല്ലേ? ഉറപ്പായിട്ടും ചോദിക്കുന്ന സാധനമാണ്, നമ്മൾ എന്തായാലും പഠിച്ചു വെക്കുന്ന സാധനമാണ്. ഈ ഡെറിവേഷൻസിനെ പറ്റിയിട്ട് നല്ലൊരു ധാരണ ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യു ഹാവ് ടു ഹാവ് എ ഐഡിയ, കറക്റ്റ് ഓരോ ഇക്വേഷൻസ് എങ്ങനെ ഡിറൈവ് എന്നുള്ള സാധനങ്ങൾ. അപ്പോൾ നമ്മളിനിപ്പോൾ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഇതിപ്പോൾ +2 കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും എൻട്രൻസിന് വേണ്ടിയിട്ടൊന്ന് തയ്യാറെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ബോർഡ് എക്സാമിന് പഠിക്കുന്ന ഡെറിവേഷൻസ്, നിങ്ങൾ പഠിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്, ഈ സാധനങ്ങളൊക്കെ റെക്കോർഡ്, ലാബ്, എല്ലാ സാധനങ്ങളും നമുക്ക് ആവശ്യമുള്ള സാധനമാണെന്ന് ഓർത്തിട്ട് ഇനിയുള്ള സമയം, എനിക്കറിയാം മാർച്ച് തുടക്കത്തിൽ നമ്മുടെ ബോർഡ് എക്സാം തുടങ്ങുന്നുണ്ട്. അപ്പോൾ ജനുവരി മാസത്തിലും ഫെബ്രുവരി മാസത്തിലും മാർച്ചിലും ബോർഡ് എക്സാമിനായിട്ട് എടുക്കുന്ന നമ്മുടെ എഫേർട്സ് മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ അടിപൊളിയായിട്ട് എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം. എൻ്റെ പേര് ഡോക്ടർ ആഷിഖ് എന്നാണ്, ഡോപ്പ നീറ്റ് കോച്ചിങ്ങിൻ്റെ ഡയറക്ടറാണ്. എൻ്റെ അച്ചീവേഴ്സ് സർക്കിൾ എന്ന് പറയുന്ന +2 കുട്ടികളുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങളൊരു +2 സ്റ്റുഡൻ്റ് ആണെങ്കിൽ നോക്കുക. ആൻഡ് ഈ ചാനൽ നമ്മുടെ ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ 11th 12th കണ്ടന്റുകൾ പബ്ലിഷ് ചെയ്യാനുള്ള ചാനലാണ്. ഇപ്പോൾ വീഡിയോസ് കുറച്ച് കുറവാണ്, പക്ഷേ ഗ്രാജുവലി നമ്മൾ അതിനകത്ത് ഇട്ട് വരുന്നുണ്ടാവും. അതുകൊണ്ട് ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. ആൻഡ് വി വിൽ മീറ്റ് യു വിത്ത് മോർ വീഡിയോസ് റിലേറ്റഡ് ടു യു +2 സ്റ്റുഡൻസ് സൂൺ ഓൺ ദിസ് ചാനൽ. സോ ബൈ ബൈ ആൻഡ് വിൽ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.